ഡബ്ബിങ്ങിന്റെ രാജാവായ ഷമ്മിയുടെ കിടിലൻ ഡബ്ബിങ്ങുകളുടെ രണ്ടാം ഭാഗമാണ് സിനിമാക്സ് മലയാളം അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഒന്നാം ഭാഗം കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് കാണണം. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറ്റപത്രം എന്ന ചിത്രത്തിലൂടെ ബാബു ആന്റണിക്കും വിക്കി എന്ന കഥാപാത്രത്തിലൂടെ ഷമ്മി ശബ്ദം നൽകിയിട്ടുണ്ട്. ഒരു വേള അലക്സിനോട് നിങ്ങൾക്കത് കണ്ടേക്കാം, എന്നാൽ നാടോ വീടോ പേര് പോലും അറിയാത്ത എന്നോടും ഉണ്ടോ അതേ വികാരം? ബാബു ആന്റണിയുടെ ശബ്ദം നമുക്ക് സുപരിചിതമാണെങ്കിലും ഷമ്മി ബോറടിപ്പിക്കാത്ത വിധത്തിൽ വിക്കിയുടെ ശബ്ദം കൈകാര്യം ചെയ്തു. ഷമ്മി ശബ്ദം കൊണ്ട് ജീവൻ കൊടുത്ത ഒരു കഥാപാത്രമാണ് വിഷ്ണുവർദ്ധൻ അവതരിപ്പിച്ച ഹരിദാസ്. ആന്റണി അലിയാരുടെ വലങ്കൈ. ഈ ഒരു കഥാപാത്രത്തിന്റെ പല അവസ്ഥകളും തന്റെ ശബ്ദത്തിലൂടെ ഷമ്മി നമ്മൾക്ക് കാണിച്ചു തന്നു. എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ വേദന കൊണ്ട് പിടഞ്ഞു മരിച്ചു. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ. ഷമ്മിയുടെ ഡബ്ബിംഗ് ജീവിതത്തിലെ ഒരു പൊൻതൂവൽ കൂടിയായിരുന്നു ഈ കഥാപാത്രം. ആമേനിലൂടെ ഫേമസ് ആയ ഒരു നടനാണ് മകരൻ ദേശ്പാണ്ഡെ. ഈ നടനും ഷമ്മി തന്നെയാണ് നമ്പർ 66 മധുര ബസ് എന്ന ചിത്രത്തിലൂടെ ശബ്ദം നൽകിയത്. സഞ്ജയൻ എന്ന ഈ കഥാപാത്രം ശരിക്കും മലയാളിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഷമ്മി ശബ്ദം അദ്ദേഹത്തിന് പകർന്നത്. ഷമ്മിയുടെ ശബ്ദം കൊണ്ട് മാത്രം വിജയനായ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ഇവൻ മര്യാദ രാമനിലെ കിഴക്കേക്കോട്ടയിൽ നരസിംഹൻ. അകത്തിട്ട് കൊല്ലേണ്ടതായിരുന്നു. അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടേത്. അവിടെ രക്തം വീണ അന്നപൂർണേശ്വരി രുദ്രകാളിയായി പാവം മാറും. നരസിംഹന്റെ ഭാവത്തിനും രൂപത്തിനും അനുസരിച്ചാണ് ഷമ്മി ഈ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. സത്യമേവ ജയതേ എന്ന ചിത്രത്തിൽ ഹേമൻ റാവൻ അവതരിപ്പിച്ച ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ഇത്. എന്റെ ജീവനേക്കാൾ വിലയുണ്ടതിന്. ഒരു നൂറ്റാണ്ടിലേക്കുള്ള എന്റെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കുന്നത് ആ കമ്പ്യൂട്ടർ ബ്രെയിൻ. ഈ ഒരു കഥാപാത്രത്തിനും ശബ്ദത്തിലൂടെ ജീവൻ നൽകിയത് ഷമ്മി തന്നെ ആയിരുന്നു. മുൻപ് നൽകിയിട്ടുള്ള അതേ പവറിൽ തന്നെയാണ് ഷമ്മി ഈ ഒരു വില്ലനെയും പ്രസിദ്ധനാക്കിയത്. അബുൽ കൈഫ് ഇവിടെ വരുന്ന വിവരം എനിക്കും നിനക്കുമല്ലാതെ ഈ ലോകത്ത് വേറെ ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെ അയാൾ പോലീസ് പിടിയിലായി? നമുക്ക് വളരെ സുപരിചിതമാണ് നിർമ്മൽ പ്രകാശ് എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയിട്ടുള്ള കീരിക്കാടൻ ജോസിന്റെ ശബ്ദം. ജോസ് ചാവൂന്ന് കരുതിയല്ലേ? വരണ വഴിയാ മുറിച്ചിട്ടാ മുറി കൂടണ സൈസാ ജോസ്. എന്നാൽ ആനവാൽ മോതിരത്തിലെ ഗുരുവിന് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഷമ്മി ശബ്ദം നൽകിയത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആൽബർട്ടോ ഫെലിനെ കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ അയാളെ ആരാ പോലീസിന് വിട്ടുകൊടുത്തേ? എന്നിരുന്നാലും അത് കേൾക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. അവിടെയാണ് ഷമ്മിയുടെ വിജയം. ചില അന്യഭാഷ ചിത്രങ്ങളുടെ പകർപ്പുകൾക്കും ഷമ്മി തന്റെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഷമ്മി ചെയ്ത ഒരു പ്രശസ്ത കഥാപാത്രമായിരുന്നു ലക്ഷ്മി എന്ന ചിത്രത്തിലെ ലക്ഷ്മി നാരായൺ. എന്റെ സ്റ്റാറ്റസ് അറിയാതെയാണ് നീ കളിക്കുന്നത്. തല്ലാനും കൊല്ലാനും ആവശ്യം സ്റ്റാറ്റസ് അല്ല, സ്റ്റാമിന. ഇതുപോലെ തന്നെ മാജിക് എന്ന ചിത്രത്തിൽ കൃഷ്ണ എന്ന കഥാപാത്രത്തിനും ഷമ്മി ശബ്ദം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? 14 days. നാളെയെങ്കിലും എനിക്ക് അവനെ കൊണ്ട് സ്റ്റേറ്റ്സിന് പോണം. ഐ നീഡ് ഹിം. ഇതേ ചിത്രത്തിൽ കൃഷ്ണയുടെ അച്ഛനായി അഭിനയിച്ച SPBക്ക് ശബ്ദം നൽകിയത് സാക്ഷാൽ തിലകനും. എന്താടാ ഇതെല്ലാം? അറിയാതെ ഈ മാജിക് ഒന്നും ഇങ്ങനെ ചെയ്തുകൂടാ. കീരിക്കാടൻ ജോസിനെ പോലെ വളരെ നന്നായി നമുക്കറിയാവുന്ന ഒരു ശബ്ദമാണ് പ്രഭുവിന്റെ ശബ്ദം. സിഗരറ്റ് സാറായം മത്ത കെട്ടപ്പഴക്കം എനിക്ക് കിടയാതെ അത് മുതല നീ പുരിഞ്ചിക്ക. പ്രമാണി എന്ന ചിത്രത്തിലെ വർക്കിച്ചന് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ഷമ്മി തന്റെ ശബ്ദം നൽകിയത്. എല്ലാരെയും വഞ്ചിച്ചവനാ ഞാൻ. എനിക്കിങ്ങനൊരു ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു മോളുണ്ടെന്നെങ്ങാനും അറിഞ്ഞ എന്റെ അമ്മച്ചിക്ക് താങ്ങാനാവത്തില്ല. അന്യഭാഷ നടന്മാർക്ക് അടിപൊളിയായി ശബ്ദം നൽകുമെന്നത് ഷമ്മി തെളിയിച്ചതാണ്. അത്തരത്തിൽ ഷമ്മി ചെയ്ത ഒരു കഥാപാത്രമായിരുന്നു ഇത്. ധർമ്മപുരിയിലെ സ്ത്രീകൾക്ക് ചന്തമേറുമെന്ന് കേട്ടിട്ടുണ്ട്. സത്യം. കാലാബായ് എന്ന ഈ ക്രൂരൻ കഥാപാത്രത്തിന് വളരെ യോജിക്കുന്ന തരത്തിലായിരുന്നു ഷമ്മി മോഹൻ നടരാജൻ എന്ന നടന് ശബ്ദം നൽകിയത്. സമൂഹം എന്ന ചിത്രത്തിൽ ജോൺ അമൃതരാജ് ചെയ്ത കഥാപാത്രമാണ് കൃഷ്ണമൂർത്തി. അദ്ദേഹത്തിന്റെ അതേ ബോഡി ലാംഗ്വേജും സംസാര ശൈലിയും ഉൾക്കൊണ്ടാണ് ഷമ്മി ഈ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തത്. കുറെ ജോലിക്കാരെ പിടിച്ചോണ്ടുപോയി. അവരെന്തോ വീട് തല്ലി പൊളിച്ചെന്നോ ലോറി കയറ്റിയെന്നോ ഏതോ കുട്ടി മരിച്ചു എന്നോ ഒക്കെ പറയുന്നത് കേട്ടു. വളരെ വെറുപ്പുണർത്തും വിധമാണ് ഈ കഥാപാത്രം ചിത്രത്തിലുടനീളം. മരിച്ചു കാണുന്നില്ല, കൊല്ലുന്നതിലൊക്കെ എന്ത് കാര്യം? ഇതല്ലേ രസം. ആ വെറുപ്പിനും ഒരു പ്രധാന കാരണം ഷമ്മിയുടെ ആ സംസാര ശൈലി തന്നെയാണ്. ആചാര്യൻ എന്ന ഈ ചിത്രത്തിൽ ഷമ്മി 3 കഥാപാത്രങ്ങൾക്കാണ് ശബ്ദം നൽകിയത്. അബ്ദുള്ള കോയ എന്നൊരു കഥാപാത്രത്തിനും ഒരു കാരണവശാലും അവൻ കൈവിട്ടു പോകരുത്. ഉണ്ണി എന്ന കഥാപാത്രത്തിനും ഫൈൻ ആർട്സ് കോളേജ് സ്റ്റുഡന്റ് സ്കൾപ്റ്റർ. പിന്നെ ഇതാ ഈ ഒരു കഥാപാത്രത്തിനും ഫാദർ കോയിക്കലും
അവന്റെ പ്രിൻസിപ്പാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ ഇൻസിഡന്റ് അല്ലേ? ഈ പറഞ്ഞ 3 ശബ്ദത്തിനും അതിൻ്റെതായ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ് സവിശേഷത. വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ബാലു എന്ന കഥാപാത്രത്തിനും ശബ്ദം നൽകിയത് ഷമ്മി തന്നെ. ചാവാറായ കുറെ കിഴവന്മാർക്ക് സുഖവാസം ഒരുക്കി പുണ്യം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ലൗലാൻഡ് തുടങ്ങിയത്. ആ ഒരു കഥാപാത്രത്തിന്റെ ശരീരത്തിന് ചേരുന്ന പോലെയാണ് ഷമ്മി ഈ കഥാപാത്രത്തിനും ശബ്ദം നൽകിയത്. ഒളിയമ്പുകൾ എന്ന ചിത്രത്തിലെ ദേവയ്യൻ എന്ന ചരൺരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിനും ശബ്ദം നൽകിയത് ഷമ്മിയായിരുന്നു. എന്താടാ പോലീസിന് കേട്ടോ പേടിച്ചു പോയോ? ലോറികൾ അവരുടെ നെഞ്ചത്തൂർ ഓടിക്കേ, ഇല്ലെങ്കിൽ ആയുധങ്ങളില്ല അവിടെ, എല്ലാത്തിനും ചുട്ടുകരിക്കേ. അദ്ദേഹത്തിന്റെ ഭാവവ്യത്യാസങ്ങൾ പ്രകടമാകുന്ന വിധമായിരുന്നു ഷമ്മിയുടെ ശബ്ദം. നടൻ തമിഴോ തെലുങ്കോ കന്നഡയോ ഏതുമായിക്കോട്ടെ, ഷമ്മിയുടെ കയ്യിൽ ഇവരുടെയെല്ലാം ശബ്ദം ഭദ്രമാണ്. തൽക്കാലം ഇവിടെ നിർത്തുന്നു. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.